ആദ്യം ഇത് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ അത് കഴിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണത്. പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആ സ്മെല്ല് എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഹായ്, അപ്പം ഇന്ന് പാത്തൂസ് കിച്ചണിൽ എന്താ സ്പെഷ്യൽ എന്നറിയണ്ടേ? സ്വാഭാവികമായിട്ട് ഇത് കയ്യിൽ കാണുമ്പോൾ മനസ്സിലാവും എന്താ ഐറ്റം എന്ന്. ഓക്കെ, നല്ല അടിപൊളി ചിപ്പിക്കൂൺ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. അപ്പം ചിപ്പിക്കൂണാണ് ഇത്. പ്രത്യേകിച്ച് വൃത്തിയാക്കാനൊന്നുമില്ല, തോലൊന്നും കളയാനല്ല. ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ അടർത്തിയിടാം. പിന്നെ കുറച്ച് വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുറിച്ചൊക്കെ ഇടാം. അധികം വേവൊന്നും ഇല്ലാത്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് എടുക്കുക. 6 to 10 മിനിറ്റിനുള്ളിൽ ഉള്ള വേവേ ഉള്ളൂ. അതിൽ കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും. കൂണൊക്കെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ മടിയുമുണ്ട്. കഴിച്ചിട്ടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ പറമ്പിൽ ഇടിവെട്ടിയിട്ട് മഴ പെയ്ത് കഴിഞ്ഞ് ഇടിവെട്ടി അങ്ങനെ കൂണൊക്കെ ഉണ്ടായി വരും. അതിലെല്ലാ കൂണൊന്നും കഴിക്കാൻ പറ്റില്ല. ചിലതൊക്കെ വിഷമുള്ളതായിരിക്കും, ചിലത് നല്ലതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത മനുഷ്യന്മാരിങ്ങനെ അറിയാതെ പിള്ളേരിങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് എടുത്ത് കഴിക്കണമെന്നൊക്കെ കണ്ടിട്ട് വിഷം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാരണം ചിലപ്പോൾ നല്ല സാധനം കഴിക്കാൻ അങ്ങനെ ഭയപ്പെട്ടു പോകാറുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ അങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഇത് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ അത് കഴിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണത്. ഇപ്പം മഷ്റൂമിൻ്റെ കൂണിൻ്റെ ഒക്കെ എന്ത് വിഭവം കിട്ടിക്കഴിഞ്ഞാലും വാങ്ങി കഴിക്കാറുണ്ട്, വാങ്ങി ഉണ്ടാക്കാറുമുണ്ട്. തോരൻ ഉണ്ടാക്കാറുണ്ട്, മസാല കറി ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എങ്കിൽ നമുക്കിങ്ങനെ ചപ്പാത്തിയുടെ ഒപ്പം അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒക്കെ ഒപ്പം അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റം. അത് വഴിയിൽ നടക്കാനിറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഐറ്റമാണ്. പക്ഷെ അത് നമ്മൾ കറിയിലിടുന്നില്ല. പിന്നെ അവിടെ ഷോയ്ക്കിരിക്കുന്ന കാരണം കാണിച്ചു പോയി അവിടെ എടുത്ത് പറഞ്ഞതാണ്. ഇനി കാന്താരി വേണമെന്നൊന്നും പറഞ്ഞാൽ എൻ്റെ പുറകെ ഓടി നടക്കണ്ട. കാന്താരിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബട്ടർ ഗാർലിക് മഷ്റൂമാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മെയിനായിട്ട് അതിനകത്ത് എന്താ ഉള്ളത്. ബട്ടറുണ്ട്, ഗാർലിക് ഉണ്ട്, മഷ്റൂം ഉണ്ട്. മഷ്റൂം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഗാർലിക് എടുക്കാം. അപ്പോൾ ഇത് രണ്ട് തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഗാർലിക് ആണല്ലോ എൻ്റെ മെയിൻ സാധനം. അപ്പോൾ ഗാർലിക് എന്ന് പറയുക വേണമല്ലോ. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്. ഇത് കുനുകുനാന്ന് എന്തായിരിക്കാം, കുനുകുന 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 എന്ന് പറഞ്ഞാൽ അറിയാന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് പറയാൻ മാത്രമേ അറിയില്ല. ഇടയ്ക്ക് ആ റീൽ വന്നതിന് ശേഷം എൻ്റെ മക്കളൊക്കെ അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ട്രോളും. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ പറയുമ്പോഴത്തേക്കും അവരിങ്ങനെ ട്രോളും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ദിവസത്തിന് അത് പറഞ്ഞതാണ്. അവരാ പറഞ്ഞ ശരി കുനുകുന കുനുകുന. തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നത് കറിയുടെ പേര് അങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ചില കറികൾക്ക് ചില ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ആവശ്യമാണ്. അത് മാത്രമല്ല, ചില ഐറ്റം, അതായത് നമ്മളുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ പയർ വർഗ്ഗങ്ങൾ, ഈ ഐറ്റത്തിനൊക്കെ കുറച്ച് എന്താ പറയുക കാർബോഹൈഡ്രേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് പ്രശ്നം വരുത്തുന്നൊരു സാധനം കൂടിയാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് എന്താ പറയുക, ആ ഒരു വലിയ പ്രശ്നത്തിനെ ചെറിയ രീതിയിൽ ലഘൂകരിക്കുന്നതും. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ പണ്ട് ഞാനും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. ഈ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത മാറ്റി വെക്കുമല്ലോ. എന്താ പറയുക, ഇഞ്ചി അടിച്ചോ കുറങ്ങനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചി മാറ്റി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ കാര്യം. ഇപ്പോൾ എൻ്റെ മക്കളോട് ഞാനിങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ലാന്ന്. പക്ഷെ ഞാൻ ഇഞ്ചി മാത്രമേ കഴിക്കാതെ ഉണ്ടായിരുന്നത്, വെളുത്തുള്ളിയൊക്കെ കഴിക്കുമേ. അപ്പോൾ എൻ്റെ മക്കളിങ്ങനെ അതൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ അവരോട് പറയും ഇന്ന സാധനം കൊണ്ടാണ് ഇതിൻ്റെ അത് കോമ്പിനേഷൻ വരുന്നത് അല്ലെങ്കിൽ ഇത് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറയുന്ന മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയും.
പിന്നെ അവരപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കടിക്കുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്യുന്നത് കരച്ച് പേസ്റ്റാക്കി ഇടും. അപ്പോൾ പിന്നെ കടിക്കുക എന്നുള്ളൊരു ഫീൽ കിട്ടുമല്ലോ, നേരെ ഗ്രേവിയിൽ അതുണ്ടാവും. അപ്പോൾ ഇത് മല്ലിയില, ബട്ടർ, ഗാർലിക്, സവാള, നമ്മുടെ എന്താണ് മഷ്റൂം, കുരുമുളക് പൊടി, ഇത്ര ഐറ്റമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി, അതിലേക്ക് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഗാർലിക് ഇടാം. ഗാർലിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മെല്ലുണ്ട്, എൻ്റെ പൊന്ന് സാറേ. പിന്നെ ചുറ്റിനുള്ളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അമ്മാതിരി അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അതേ ഗാർലിക് ഇടാവാണ്, ഇടുകയാണ്, ഇട്ടിരിക്കുകയാണ്, ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറയല്ലേ, ആ സ്മെല്ല് എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു പ്രൊവിഷനും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ അത് കിട്ടും. അപ്പം നേരെ നമുക്ക് ഇനി ഇതിലേക്ക് എന്തിടണം, നമ്മുടെ അരിഞ്ഞു വെച്ച സവാള. ഓക്കെ, ഇതൊന്നും ഭയങ്കരമായിട്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ. ഇത് എന്താ റെഡൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ സവാളയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മഷ്റൂം ഇടാം. ഓക്കെ, നമ്മൾ മഷ്റൂം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 6 to 10 മിനിറ്റ് അത് ഈ കൂണൊന്ന് വേകാൻ വേണ്ടി വെക്കാം. ഇതിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ എരിവ്. അപ്പം ഇത് നമ്മുടെ പാൽ ചിപ്പിക്കൂണായതുകൊണ്ട് ഇതിങ്ങനെ ഈ ഒരു ടൈപ്പിൽ ടെക്സ്ചറിൽ ഇരിക്കുന്നത്. അല്ല നമ്മുടെ അല്ലാതെ ഉള്ള കൂണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് അടിപൊളി സംഗതി പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ച് ഞാൻ വേവിക്കുന്നില്ല. ഇപ്പോൾ ഉള്ള ആ ഒരു സോഫ്റ്റ് ഇതിൽ തന്നെ കിട്ടണം, അത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പം എനിക്ക് ഇതിന് ഒരു ചെറിയൊരു ഗ്രേവി ആവശ്യമുണ്ട്, കാരണം എനിക്കിതിങ്ങനെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം, സോറി ഞാനിത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചെറിയൊരു ഗ്രേവി വേണം എനിക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ടറായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. സാറേ, ഇനി നമ്മളുടെ എന്താ പറയുക ഫിനിഷിങ് വർക്കായിട്ടുള്ള നേരെ കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങനെ പുറത്തേക്ക് ഇടുവാണ്. സംഗതി റെഡി ആയിട്ട് അതേ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അടിപൊളി, നല്ല അടിപൊളി ഒരു ഐറ്റമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഈ എനിക്ക് കുറച്ച് ഗ്രേവി, ചെറിയൊരു ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്രീം ചേർത്തത്. ക്രീം ചേർക്കാതെ നമുക്കത് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഇങ്ങനെ ഗ്രേവി ടൈപ്പ് വേണമെന്നാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി ഐറ്റം ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്.
വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ടാറ്റാ ബൈ.